KSTP റോഡിൽ പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിൽ മൈക്രോ കോൺക്രീറ്റിംഗിലൂടെ കുഴിയടക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാഴായി. അടച്ച കോൺക്രീറ്റ് ഇളകി മാറി വലിയ കുഴികളാണ് രൂപപ്പെട്ടത്. ഒരാഴ്ച മുമ്പ് മേൽപ്പാലം പൂർണ്ണമായും അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എറണാകുളം ആസ്ഥാനമായുള്ള കമ്പനിയാണ് മൈക്രോ കോൺക്രീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. എന്നാൽ കുണ്ടും കുഴിയും രൂപപ്പെട്ട പാലം പഴയപടി ആയിരിക്കുകയാണ്. അടച്ച കുഴിയിലെ കോൺക്രീറ്റിലും വിള്ളൽ വീണ് ഇളകിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ ഗതാഗതം നടത്തുന്ന പാപ്പിനിശ്ശേരി പാലത്തിൽ അപകട സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ കുഴി അടച്ചതുകൊണ്ട് മാത്രം പരിഹാരമാവുകയില്ലെന്നും പാലത്തിന്റെ സുരക്ഷിതത്വവും കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നടത്തേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ 3 ദിവസം മുമ്പ് ഇത് അടച്ച് പാലം ക്ലോസ് ചെയ്തിട്ട് റിപ്പയർ ചെയ്ത സ്ഥലം ഇത് വീണ്ടും പഴയ രൂപത്തിലേക്കായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഈ കുഴിയെല്ലാം അടച്ച് അപകടം ഒഴിവാക്കി തരണമെന്ന് നാട്ടുകാരനെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരാഴ്ച മുന്നേ 2 ദിവസം അടച്ചിട്ട പാലമാണിത്, പാപ്പിനിശ്ശേരി പാലം. ഈ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. ആദ്യം കുറച്ച് ദിവസം മുന്നേ അടച്ചിട്ടതിന് ശേഷം പാലം റിപ്പയർ ചെയ്ത് വീണ്ടും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ പാലം എത്തിയിരിക്കുന്നു. ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഈ ഒരു വലിയ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ജീവൻ പോകുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. സുഗമമായ ഒരു യാത്ര, അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ പ്രതീഷ് കൊളച്ചേരിക്കൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.